ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ വിഷുക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുന്നു. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള പുളിയിഞ്ചിയാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം. ഇനി നമുക്ക് പുളിയിഞ്ചിയിലേക്ക് ഏറ്റവും കൂടുതലും പുളിയും അതുപോലെ തന്നെ ഇഞ്ചിയാണല്ലോ. അപ്പൊ പുളി ഇതാ 2 ഉണ്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. പിന്നെ അതിലേക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി. 1 കപ്പോളം ഇഞ്ചിന്റെ നല്ല പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. പക്ഷെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ആക്കിയിട്ട് എടുക്കരുത്. അപ്പൊ അതിൽ നിന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മൊരിഞ്ഞ് കിട്ടൂല. അല്ലെങ്കിൽ പിന്നെ സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുക്കുക. 1 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചത്, കുറച്ച് കായം, പിന്നെ ഒരു 4 പച്ചമുളക് കൂടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ ഇഞ്ചി അരിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇട്ടപ്പാടെ തന്നെ എണ്ണ തിളച്ചു വരാതിരുന്നത്. നല്ല നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പൊ അതാ എണ്ണൊക്കെ നന്നായിട്ട് ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു തണുപ്പൊക്കെ വിട്ടപ്പോ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് ലൈറ്റ് ആയിട്ടൊന്ന് കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേപ്പിലയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടണം. കരിഞ്ഞു പോവാതെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇനി ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇളക്കി കൊടുത്തിരുന്നത്. പിന്നെ ഈ ഒരു ഇതിലായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരുന്നാൽ മതി. ഇപ്പൊ ഇഞ്ചി വേപ്പില രണ്ടും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിനു ശേഷം കൈവച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് ഇഞ്ചി ഫ്രൈ ആക്കിയിട്ടില്ല അതേ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളും എടുക്കണ്ട കേട്ടാ. ബാക്കിയുള്ളത് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ, ചിക്കൻ കറി എല്ലാറ്റിനും എടുക്കുക. നല്ല ഫ്ലേവർ ഉള്ളതാണ്. ഇഞ്ചിയൊക്കെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തതല്ലേ. അപ്പൊ അതാ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം ഒരു 3 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളകൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇനി ഈ ഒരു ചൂടിൽ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിനു ശേഷം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇത് രണ്ടും ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് രണ്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി 1 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതാണ്, പിന്നെ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാണ്ട്. ഇത് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നേരത്തെ പുളിവെള്ളത്തിൽ ഇട്ടിരുന്നല്ലോ, അത് നന്നായിട്ട് സോഫ്റ്റ് ആയി വന്ന് പിഴിഞ്ഞെടുത്തതാണ്. 2.5 കപ്പ് പുളിവെള്ളം ഉണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ചു വരട്ടെ. തിളച്ചു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചൊരു പകുതിയോളം ആയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ശർക്കരയാണ്.
ഇപ്പൊ ഇത് ഏകദേശം പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇത് മധുരം പോരാ, ഒരു 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ടോട്ടലായിട്ട് ഒരു 1/2 കപ്പോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പൊ അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടുന്ന പോലെ ആവും. അതിന് മുന്നേ തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.